നമസ്കാരം. ജാം ഫിൽ ചെയ്തിട്ടുള്ള കുക്കീസ് കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക്. വീട്ടിൽ തന്നെ ജാം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് കുക്കീസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ജാമിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തിരുന്നു. ആ ജാം വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ കുക്കീസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ജാം വേണമെങ്കിലും യൂസ് ചെയ്യാം. സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മളിതിൽ മൈദയോ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന ജാം കുക്കീസിനേക്കാളും എന്തുകൊണ്ട് ഹെൽത്തിയാണ്. സമയം കിട്ടുമ്പോൾ കുട്ടികൾക്ക് ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ. അപ്പോൾ നമുക്ക് എങ്ങനെയത് ഉണ്ടാക്കാമെന്ന് നോക്കാം. കുക്കീസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറിലേക്കൊക്കെ അരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് 3-4 പ്രാവശ്യം അരിച്ചെടുക്കാനായിട്ട് എളുപ്പമാണ് ഇങ്ങനത്തെ ബട്ടർ പേപ്പറിലേക്കൊക്കെ അരിക്കുമ്പോൾ. അപ്പോൾ ആദ്യം ഒരു അരിപ്പയിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഇതിപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഉള്ളത്. ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ജോവാറിൻ്റെ പൊടിയാണ്. അപ്പോൾ ഇത് വാങ്ങുന്നതാണ് ജോവാർ ഫ്ലോർ എന്ന് പറഞ്ഞിട്ട്. ഓൺലൈനിൽ അവൈലബിൾ ആണ്, കടകളിലും കിട്ടും ഓർഗാനിക് ജോവാർ ഫ്ലോർ. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജോവാർ പൊടി ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പം മില്ലറ്റ്സ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ബിസ്ക്കറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് കുറച്ച് മില്ലറ്റ് ഫ്ലോർ ചേർത്താൽ നല്ലതാണ്. ജോവാർ ഫ്ലോറിൻ്റെ ലിങ്ക് എൻ്റെ ആമസോണിൻ്റെ ലിസ്റ്റിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. മില്ലറ്റ്സ് എപ്പോഴും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ബിസ്ക്കറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യുകയാണെങ്കിൽ കുട്ടികളും കഴിച്ചോളും അറിയാതെ തന്നെ. പിന്നെ അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ മുമ്പിലേക്ക് വരില്ല. നമ്മളിപ്പോൾ ഇതിൽ കൂടുതലും ഗോതമ്പല്ലേ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്ര മുമ്പിലേക്ക് വരില്ല. വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളെ കൊണ്ട് അരിപ്പിക്കുകയാണെങ്കിൽ അവർക്കും ഒരു പണിയാവും. ഇതിപ്പോൾ ഞാൻ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്, ജോവാറും വീറ്റ് ഫ്ലോറും കൂടിയിട്ട്. മണിച്ചോളം എന്നാണ് ജോവാറിൻ്റെ മലയാളം. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ആദ്യം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1/2 കപ്പ് ബട്ടറാണുള്ളത്. ബട്ടർ ഇല്ലാത്തവരാണെങ്കിൽ 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത് കുറച്ച് നേരം മുമ്പ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ആ തണവൊന്ന് മാറിയതിന് ശേഷം വേണം ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ബട്ടറിന് പകരം നെയ്യ് വേണമെങ്കിൽ ചേർക്കാം, 1/2 കപ്പ് തന്നെ, അല്ലെങ്കിൽ ഓയിൽ ചേർക്കാം 1/2 കപ്പ്. വീട്ടിലൊക്കെ ഉണ്ടാക്കിയ നെയ്യോ ബട്ടറൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഷുഗറാണ്. അപ്പോൾ ഞാൻ ശർക്കരപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇതിപ്പോൾ 1/3 കപ്പാണുള്ളത്. നമ്മൾ ഇത് ജാം ബിസ്ക്കറ്റ് ആയതുകൊണ്ട് ഓൾറെഡി ജാം ചേർക്കുന്നത് കൊണ്ട് അത്ര ഷുഗർ ചേർക്കേണ്ട ആവശ്യമില്ല. പല ബ്രാൻഡിൻ്റെയും ശർക്കരപ്പൊടി ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നല്ലത് വാങ്ങുകയാണെങ്കിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നിങ്ങൾ ശർക്കരപ്പൊടിയൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ബാക്കിലെ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ പലതരത്തിലുള്ള ശർക്കരപ്പൊടിയും കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ സൂക്ഷിക്കണം. അപ്പോൾ അതിൻ്റെ നല്ലതാണെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ വേറെ ഒന്നും ഉണ്ടാവില്ല, ജാഗരി പൗഡറിന് മാത്രമായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഓൺലൈനും അവൈലബിൾ ആണ്. ഓൺലൈനിൽ വാങ്ങുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കടയിൽ വാങ്ങുന്നതിനേക്കാളും കുറച്ചും കൂടി റേറ്റ് കുറവിന് കിട്ടും. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയുടെ അതേ ഷുഗർ ലെവൽ തന്നെയാണ് ശർക്കരപ്പൊടിക്കുള്ളത്. പക്ഷേ പഞ്ചസാര കഴിക്കുന്നത് കൊണ്ട് ഗുണങ്ങളൊന്നുമില്ല. ശർക്കര കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് കുറച്ച് ഗുണങ്ങളുണ്ട് എന്ന് മാത്രം. ഇപ്പോൾ ഷുഗറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഏത് ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും മിതമായ അളവിൽ കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഫ്ലോർ മിക്സ് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ആദ്യം 2 ടേബിൾ സ്പൂൺ പാല് ചേർക്കാം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്തെടുക്കാം. നമുക്ക് ചപ്പാത്തി മാവിൻ്റെ ഒരു പരിവാണ് വേണ്ടത്. നമ്മളിതിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് 6 ടേബിൾ സ്പൂൺ പാലാണ് വേണ്ടി വന്നത്.
അപ്പോൾ നിങ്ങൾ ഓരോ ടേബിൾ സ്പൂണും ചേർത്ത് നോക്കുക. നമ്മുടെ പൊടിയുടെ ഒരു വ്യത്യാസം അനുസരിച്ചിരിക്കും. എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പാല് കൂടിപ്പോയാൽ പിന്നെ നമുക്കിതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്, ഒന്ന് തണുപ്പിച്ചെടുക്കണം. അതിന് ശേഷം വേണം നമുക്ക് കുക്കീസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഒരു 30 മിനിറ്റ്, ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് താഴത്തെ തട്ടിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കാം. അത് കഴിഞ്ഞ് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് പകുതിയായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ഷേപ്പ് ചെയ്യുന്നതിനേക്കാളും പകുതിയായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് നല്ലത്. പതുക്കെ പരത്തിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറോ അലുമിനിയം ഫോയിലൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ നമുക്ക് ഷേപ്പ് ചെയ്യാൻ എളുപ്പമുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഈ റോളിംഗ് പിന്നുമ്പോൾ നമ്മളിത് ഒട്ടിപ്പിടിക്കും. സാൻഡ്വിച്ച് കുക്കീസ് അല്ലേ ഉണ്ടാക്കണേ, അപ്പോൾ അധികം കട്ടി വേണ്ട, നല്ല തിന്നാക്കിയിട്ട് തന്നെ പരത്തിയാൽ മതി. കട്ടിയായ സാൻഡ്വിച്ച് കുക്കീസ് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ പരത്തിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിന്നാക്കിയിട്ടാണ് പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇങ്ങനെ ഒരു കട്ടറാണ് യൂസ് ചെയ്യുന്നത് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കട്ടറൊന്നും ഇല്ലെങ്കിൽ കുപ്പിയുടെ അടപ്പ് വെച്ച് കട്ട് ചെയ്തെടുത്താലും മതി റൗണ്ടിൽ. ഇതുപോലെ അപ്പോൾ ഇത് ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിൽ നമ്മളിപ്പോൾ ഇത് സാൻഡ്വിച്ച് കുക്കീസ് മാതിരിയാണ് ചെയ്യണേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ പൈപ്പിംഗ് നോസിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ ഒരു ചെറിയ കുപ്പിയുടെ അടപ്പ് എടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ നടുവിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 8 ആകെ ഉണ്ടാക്കിക്കണം. അപ്പോൾ 4 ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഈ നടുഭാഗം കട്ട് ചെയ്തെടുക്കാം. സൂക്ഷിച്ച് ചെയ്യണം. അതുപോലെ എല്ലാത്തിൻ്റെയും ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ ഇത് കുറച്ച് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 2 പ്രാവശ്യം അവനിൽ ബേക്ക് ചെയ്യുന്നവരാണെങ്കിൽ 2 പ്രാവശ്യം ബേക്ക് ചെയ്തെടുക്കാനുള്ളത് ഉണ്ടാവും. സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം 10 മിനിറ്റ് പാത്രം വെച്ച് പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം നല്ല കട്ടി കുറവായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കണേ. അപ്പോൾ ഒരു 10 മിനിറ്റ് ആദ്യം ലോ ഫ്ലെയിമിൽ വെച്ച് നോക്കുക. എന്നിട്ട് ആയിട്ടില്ലെങ്കിൽ 2-3 മിനിറ്റ് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക. ഇനി ഓവനിൽ ചെയ്യുന്നവരെ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം 160 ഡിഗ്രിയിലാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ 160 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കുള്ള ജാം റെഡിയാക്കി എടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് ജാമാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ജാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നന്നായിട്ട് ഈ സ്പൂണ് കൊണ്ട് അടിച്ച് ഒന്ന് സ്മൂത്താക്കി എടുക്കണം. അപ്പോൾ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പൈപ്പിംഗ് ബാഗിൽ ചേർത്തിട്ടാണ് നമ്മൾ കുക്കീസിൽ പൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബട്ടർ പേപ്പറോ ഇനിയും കോൺമാരി മടക്കി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിൽ വെക്കുമ്പോഴാണ് കുറച്ചും കൂടി സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഇനി നമ്മുടെ കുക്കീസ് റെഡി ആവട്ടെ. 160 ഡിഗ്രിയിൽ ഒരു 12 മിനിറ്റാണ് എനിക്ക് എടുത്തത് ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ട് അങ്ങോട്ട് ബ്രൗൺ കളറായിട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ബേക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ചൂടാറാനായിട്ട് വയർ റാക്കുള്ളവർക്കാണെങ്കിൽ വയർ റാക്കിൽ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ജാം ഫില്ല് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ ഒരു ബിസ്ക്കറ്റ് എടുക്കുക. അതിൻ്റെ നല്ല ഭാഗത്ത് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ കുക്കീസ് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ കറക്റ്റ് ജാം ബിസ്ക്കറ്റായി. വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇത്തിരി ഫില്ല് ചെയ്ത് കൊടുക്കാം. കുക്കീസ് ബേക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് വലിയ പണിയൊന്നുമില്ല. അപ്പോൾ കുട്ടികൾ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അല്ലാത്തവർക്ക് വീട്ടിലുള്ളവർക്ക് ഇത് ഫില്ല് ചെയ്യാതെയും കഴിക്കാം. ഇത് ബിസ്ക്കറ്റിനധികം മധുരം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ വീട്ടിലെല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ മില്ലറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. സാധാരണ നമ്മൾ കടയിൽ നിന്ന് കിട്ടുമ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര വിതറാറുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഈ സമയത്ത് കുറച്ച് പഞ്ചസാരയും മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.